കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത് UDF ആയിരുന്നു. കോൺഗ്രസ് അവർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു CPM ഈ പറഞ്ഞ ഇടതുപക്ഷത്തിന് മുൻപും BJPക്ക് മുൻപും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എല്ലാം സെറ്റാക്കി വെച്ചത് അവർ തന്നെയായിരുന്നു. പക്ഷെ ഇത്തവണ ആരാദ്യം പറയും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആരാദ്യം പറയും എന്ന് ചോദിക്കുന്ന ചോദ്യം ബാക്കിയാവാണ്. ഇപ്പൊ BJP 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം നടത്തുമെന്ന് അറിയുന്നു. എന്നാലും ഇതിനൊന്നും സ്ഥിരീകരണമില്ല. എന്തുകൊണ്ടായിരിക്കും ഈ 3 മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആദ്യം പറയട്ടെ, ഞങ്ങൾ ആദ്യം പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞോളൂ എന്നുള്ളൊരു നയം സ്വീകരിക്കുന്നത്? നമുക്ക് എപ്പോഴും കൗതുകമുണ്ട്. അതെ, തീർച്ചയായിട്ടും നമ്മളിങ്ങനെ നമ്മൾ മാത്രമല്ല, മാധ്യമ മേഖലയിലുള്ളവർ മാത്രമല്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സാധാരണ ജനം ഇത് ഉത്സവമാണല്ലോ, ജനങ്ങളുടെ ഉത്സവം. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഉത്സവമാണ്. അപ്പോൾ ഇത് ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുന്ന പോലെ എതിർ രാഷ്ട്രീയ കക്ഷികളും കാത്തിരിക്കുന്നുണ്ട്. അത് കണ്ടുവേണം മനസ്സിൽ അവർക്ക് ഓപ്ഷൻ സഹിതം 2-3 പേര് കാണും. അപ്പോൾ ഇന്നാരെ നിർത്തിയാൽ ഇന്നാരെ നമുക്ക് ഓപ്പോസിറ്റ് നിർത്താം എന്നൊരു ചോയ്സ് ഈ 3-4 പേര് കാണും. അപ്പോൾ ഈ എന്തായാലും ആദ്യം പ്രഖ്യാപിക്കുന്ന പേര് അത്രത്തോളം നല്ല പേരായിരിക്കണം. ആദ്യം പ്രഖ്യാപിക്കുന്നവർ അത്രത്തോളം പത്തരമാറ്റുള്ള ആൾക്കാരെ അവർക്ക് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അത് നമുക്കിപ്പോൾ കോൺഗ്രസ്സിൽ പറയുകയാണെങ്കിൽ പത്തരമാറ്റുള്ള നിരവധി പേരുണ്ട് അവരിൽ പറയാനായിട്ട്. CPM-ലും അവർ പറയും അവർക്കും ഉണ്ടെന്ന് പറയും. കോൺഗ്രസിൻ്റെ ആളായിട്ട് നമ്മൾ പറയുന്നതല്ല, കോൺഗ്രസിനും ഉണ്ടാവും, BJPക്കും ഉണ്ടാവും, CPM-നും ഉണ്ടാവും. അപ്പോൾ ആ പേര് കാത്തിരിക്കുവാണ് എല്ലാവരും. ഉദാഹരണം പറഞ്ഞാൽ മുരളീധരൻ പാലക്കാട് മത്സരിക്കുന്നെന്ന് പറയുന്നു. ഇപ്പോഴും കേൾക്കുന്ന പാലക്കാട് മത്സരിക്കുന്നതാണ്. അവരാരെയായിരിക്കും ആദ്യം തപ്പുന്നത്? മുരളീധരനൊപ്പം നെക്ക് ഇടിച്ചു നിൽക്കാൻ കഴിവുള്ള ആരെയാണ്? പാലക്കാടിൻ്റെ സർക്കംസ്റ്റാൻസസ് നോക്കിയിട്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടം കഥയും ചേർത്തുകൊണ്ട് ആരെ നിർത്തണം അല്ലേ? അങ്ങനെ ഒരു ഉദാഹരണം പാലക്കാട് നമുക്ക് പറയാം. ഇപ്പൊ നമ്മുടെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ കാര്യം പറയുന്നു. അദ്ദേഹം കണ്ണൂർ മത്സരിക്കുകയാണെന്ന് പറയുന്നു. അത് ഒരു ഉദാഹരണം. ശരി, KPC പ്രസിഡന്റ് മത്സരിക്കുന്നു, അദ്ദേഹത്തിന്റെ സ്ഥിരം മണ്ഡലത്തിൽ അദ്ദേഹം നിൽക്കുന്നു എന്ന് പറയാം. ഇപ്പൊ സുധാകരൻ മത്സരിക്കുന്നു വെക്കട്ടെ, കണ്ണൂർ എന്തൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ? തീർച്ചയായും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഭയങ്കരമായിട്ടുണ്ടാവും. ഇപ്പൊ കണ്ണൂർ സുധാകരൻ മത്സരിക്കുന്നു എന്ന് MP-മാരിൽ നിന്ന് സുധാകരന് മത്സരിക്കാനുള്ള അനുവാദം AICC നൽകി കഴിഞ്ഞു. ഈ ഒരു ബോംബ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൊട്ടി നിൽക്കുക. ഇത് മാലപ്പടക്കമായിട്ട് എല്ലായിടത്തും എത്താനുള്ള സാധ്യതയുള്ളൂ. അതിൽ കിട്ടുന്ന അതുപോലെ എണ്ണം പറഞ്ഞ ചില നേതാക്കൾ മത്സരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അണികൾക്കുണ്ടാകുന്ന ഒരു ആവേശം മറിച്ച് നേരെയും ചിന്തിക്കാം. CPM-ൽ പിണറായി വിജയൻ മത്സരിക്കാൻ പാർട്ടി തീരുമാനം, കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുന്നു, പിണറായി വിജയൻ മത്സരിക്കില്ല. എന്തുകൊണ്ട്? പക്ഷെ CPM അങ്ങനെയൊന്നും തീരുമാനിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയില്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ പട്ടിക പുറത്തിറക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഞാൻ BJPയുടെ ഒരു വലിയ ആളാണെന്ന് വിചാരിക്കുക, ഞാനൊരു BJP കാൻഡിഡേറ്റിനെ ഇറക്കിയാൽ ആ മണ്ഡലത്തിൽ ഈ പറഞ്ഞ വ്യക്തിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇടിച്ചിടിച്ച് നിൽക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിനെ ഈ പറഞ്ഞ LDF UDF ഇറക്കും. ആ ഭയത്തിന്റെ പുറത്ത് തന്നെയാണ് ഈ പറഞ്ഞ ഈ പട്ടിക പുറത്തിറക്കാത്തത്. അത് മാത്രമല്ല, അതൊരു ഘടകം മാത്രമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, തെരഞ്ഞെടുപ്പ് ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, അതിനു മുൻപേ നമ്മൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ ഇന്ന് മുതലുള്ള പ്രചാരണ ചെലവുകൾ എന്ന് പറയുന്നത് വലുതായിരിക്കുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇതിലെല്ലാം രാഷ്ട്രീയമാണ്. ഇതിലെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ A-ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെയും ഈ പറഞ്ഞ ഇടതുപക്ഷവും UDF-ഉം ആരെയായിരിക്കും നിർത്തുക എന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടാവൂ. അല്ല, ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ പിന്നെ ഇതിൽ പറയേണ്ടി വരും. ഈ പേര് പറഞ്ഞിട്ട് അതിനൊപ്പം ഈക്വാലിറ്റി ഉള്ള ആൾക്കാരെ നിർത്തുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ട് വരുന്നൊരു തിരഞ്ഞെടുപ്പ് കൂടെയാണിത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. കാര്യം ഇപ്പോൾ CPM-ലെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന MV നികേഷ് എന്ന മാധ്യമ പ്രവർത്തകൻ അട്ടർ ഫ്ലോപ്പാണെന്ന രീതിയിൽ കഥകളൊക്കെ പോകുമ്പോൾ അദ്ദേഹം മുൻ മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്ത ആൾക്കാരെന്ന രീതിയിൽ അദ്ദേഹം മോശക്കാരനെ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ല എന്നൊരു സ്റ്റാൻഡാണ് എനിക്കുള്ളത്. അപ്പോൾ അതുപോലെ കോൺഗ്രസിലും അവർ നമ്മുടെ തന്നെ ഒരു അടുത്ത സുഹൃത്താണ് ഈ ബഹുമാനപ്പെട്ട VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ് സെക്രട്ടറി ആയിരിക്കുന്നത്. അങ്ങനെ പലരും നമ്മുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ ഈ ഫീൽഡിൽ ഉണ്ട്. അപ്പോൾ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നതിൽ ഒരു നല്ല രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് സാമൂഹ്യ മാധ്യമം നന്നായില്ല എന്നൊരു വിലയിരുത്തൽ ഏതെങ്കിലും ഒരു പാർട്ടി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നടത്തുമെന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം ഇപ്പൊ തന്നെ CPM-ൽ MV നികേഷ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് ദേശാഭിമാനിയിൽ നീണ്ടകാലം ന്യൂസ് എഡിറ്റർ തസ്തികയിലിരുന്ന 1-2-3 പേരെയൊക്കെ അദ്ദേഹം അവഗണിച്ചു എന്ന് പറഞ്ഞ് പടലപ്പിണക്കം ഉണ്ടായി പോയ കഥയുണ്ട്. അതുമാത്രമല്ല, BJP-യിൽ രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം കൊണ്ടിരുത്തിയിരിക്കുന്ന PR വർക്കിന്റെ ആൾക്കാരൊന്നും ഏബിളായ ആൾക്കാരല്ല എന്ന വാർത്തയും വരുന്നുണ്ട്. അത് ഒരു വശത്താണ്.
പ്രത്യേകിച്ച് രാജേന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു വരാഹി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു ടീം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, ബി ജെ പിയുടെ PR വർക്ക്, ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ സെൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും ഒക്കെ അപ്പുറത്തുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നത് തന്നെ BJP-ക്കാരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള BJP-ക്കാരാണ്. അത് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ നമ്മൾ എന്തെങ്കിലും അവരെ പറയുകയാണെങ്കിൽ 10 പേരിൽ 8 പേരും എതിർത്ത് പറയുന്നവരെ തെറി പറയുന്ന BJP-ക്കാരാണുള്ളത്. അപ്പം നമ്മൾ ഇവിടെ പറയുന്നത് നമുക്ക് ഒന്നുകൂടെ സംസാരിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കും, ഒന്നുകൂടെ പറഞ്ഞു വെച്ചുകൊണ്ട്, അതായത് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിട്ട് വരുന്ന ഒരു തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ പാർട്ടികളും വളരെ അലർട്ടായി. കാര്യം ഇപ്പൊ നിരവധി സ്ഥാനാർത്ഥികൾക്കെതിരെ പല വിഷയകഥകളുമുണ്ട്. അതെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ പറയുന്ന നയമായിരിക്കില്ല കുറച്ച് നാളുകൾക്ക് മുൻപ് പറഞ്ഞത്. അപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു പവർ എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് നീ അന്നിങ്ങനെ പറഞ്ഞില്ലേ എന്ന് ഓർമ്മപ്പെടുത്തും. ഈ സർക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്, ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്ന സർക്കാർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് പല ഓർമ്മപ്പെടുത്തലുകളും അവരെ വേട്ടയാടും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വീണ ജോർജ് ഇന്നലെ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഇങ്ങനെ ഇടിച്ചു നിൽക്കുക, ഞാൻ എന്ത് ചെയ്തെന്ന്. ഒരു 2-3 സാധനങ്ങൾ എടുത്ത് ഇട്ടു കൊടുത്താലേ ഈ പറയുന്ന പോലെ എന്തെല്ലാം കേസ്, കോട്ടയത്തെ കെട്ടിടം തകർന്നത്, കൊല്ലത്ത് ആ ചേട്ടന്റെ വോയിസ് ക്ലിപ്പ്, ഇതെല്ലാം ഒന്നുകൂടെ വന്നാൽ ഈ പറച്ചിലെല്ലാം അങ്ങ് തീരും. ഭരണത്തിലെ നേട്ടങ്ങൾ മാത്രം എണ്ണി പറയുമ്പോൾ ആന്റി ഇൻകംബൻസി ഫാക്ടറായിട്ട് നിരവധി സാധനങ്ങൾ ഇവിടെ കൈവെള്ളയിൽ ഉള്ളതുപോലെയാണുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥാനാർത്ഥി നിർണയം പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. അതിനെ ഈ പറയുന്ന നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഭയപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം. അതെ, ഈ പറഞ്ഞതുപോലെ ഭരണപക്ഷത്തുള്ള ആൾക്കാർ മാത്രമല്ല ഇതിനെ ഭയപ്പെടുന്നത്. ഇപ്പൊ നമുക്കറിയാം UDF-ലാണെങ്കിലും BJP-ലാണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെയുണ്ട്. 3 രാഷ്ട്രീയ പാർട്ടികളും. അതെ, എല്ലാവർക്കും ഉണ്ട്. മറന്നുപോയ ആരോപണങ്ങൾ വരെ കുത്തിപ്പൊക്കാൻ സാധ്യത. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊന്നും ഈ PR വർക്ക് എന്നുള്ള പേരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് തന്നെ അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു കാര്യമായിരുന്നില്ല. ഇപ്പൊ സാധാരണ ജനങ്ങളോട് പോലും എന്താണ് PR എന്ന് ചോദിച്ചാൽ പറയാൻ തരത്തിന് ഇതിനൊരു ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഫലിക്കും. PR വർക്ക് കൊണ്ട് ഈ പറഞ്ഞ പോലെ 10 വോട്ട് കൂടുതൽ ലഭിക്കാനും പറ്റും, അതുപോലെ തന്നെ കുറയാനും സാധിക്കും. പണ്ടുണ്ടായ കാര്യങ്ങൾ കുത്തിപ്പോക്കുക നമ്മൾ കണ്ടു. ഇപ്പോൾ എനിക്കൊന്ന് VD സതീശനായാലും നമ്മുടെ പിണറായി വിജയനായാലും പണ്ട് ചെയ്ത കാര്യങ്ങൾ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ഒരു പവർ തന്നെയാണ്. ഏതായാലും മൈക്ക് എന്നോട് പിണങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ഏതൊരു വേദിയിൽ മൈക്ക് ഇതേപോലെ ഓഫായി പോയി. അപ്പോൾ അദ്ദേഹം മൈക്ക് എന്നോട് പിണക്കമാണെന്ന് തമാശ രൂപേണ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് മാറി. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട് പഴയൊരു സീന് കാണിച്ചാൽ എങ്ങനെ ഇരിക്കും? പണ്ടിങ്ങനെ മൈക്ക് വീഴുന്ന സീനല്ലേ. എന്നിട്ട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പാവം ആ മൈക്ക് ഓപ്പറേറ്ററെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അവര് ബൈറ്റ് എടുക്കാൻ മാധ്യമങ്ങൾ എന്നപ്പോ അയാൾ പറയുക, ഞാനൊരു കുഴപ്പവും ചെയ്തില്ല, ഞാനത് മര്യാദയ്ക്ക് വെച്ചിരുന്നതാണ്. ഇത് രണ്ടും കൂടെ കാണിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്തരത്തിൽ, അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശരീരഭാഷ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കാണിക്കുമ്പോൾ ഇത് ഒരെണ്ണെടുത്ത് ട്രോൾ ചെയ്താൽ പോരെ? ഇങ്ങനെ പല എടുത്തുള്ള മാധ്യമപ്രവർത്തകരുടെ എന്തെങ്കിലും കുശലാതെ ഇപ്പൊ ചോദിച്ചെന്നിരിക്കട്ടെ, അപ്പോഴായിരിക്കും ഡൽഹിയിൽ പടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താ ഇവിടെ കാര്യം, കടക്ക് പുറത്ത് എന്ന് അദ്ദേഹം പറഞ്ഞൊരു സീൻ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണിക്കാൻ കഴിയും. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ ഇനി അങ്ങോട്ട് ഈ പറയുന്ന രീതിയിൽ നിർണയം കഴിഞ്ഞാൽ തന്നെയും മറവി മനുഷ്യന് സഹജമാണ്. ഇന്നലെ നടന്ന കാര്യം മനുഷ്യൻ അതിന് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് എൻ്റെ വായിച്ചറിവ്. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം മറവിയാണ്. ആ മറവി കൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. പക്ഷേ ആ മറവി നേതാക്കൾക്ക്, രാഷ്ട്രീയത്തിന് വോട്ട് ഗുണമായി ഭവിക്കാനെന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ ആ മറവിയെ കുത്തിപ്പൊക്കാൻ സോഷ്യൽ മീഡിയ അത്ര കണ്ട് ആക്റ്റീവാണ്. കുറച്ചെങ്കിലുമൊക്കെ നേതാക്കൾ ഭയപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പുമാണ്.